ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജയ്. ഇന്നത്തെ പാചകം വീണ്ടും സാവിത്രിയടുത്തിയോടൊപ്പമാണ്. ഇന്നത്തെ പാചകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ അടുപ്പ് ഉപയോഗിക്കണേ ഇല്ല. അടുപ്പ് ഉപയോഗിക്കാതെ പച്ചച്ചേന ഉപയോഗിച്ച് സാവിത്രിയടുത്തി തയ്യാറാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. ചേന ചമ്മന്തിയും രാമയ്യൻ കറിയും. ഒരു ചെറിയ കഷ്ണം ചേന തൊലി കളയുമ്പോൾ തന്നെ കൈ ചൊറിയുന്നവരായിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, പച്ച ചേന ഉപയോഗിച്ച് ചമ്മന്തിയും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വായ ചൊറിയുമെന്ന്. ഇവിടെ നമ്മൾ ചേനയുടെ ചൊറിച്ചിൽ മാറ്റാനുള്ള മറുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഈ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ശങ്കിക്കേണ്ട, ഒട്ടും ചൊറിയില്ല. ഇപ്പം ഞാനിത് കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് ഏതിലാണ് സ്വാദ് കൂടുതൽ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് സ്വാദാണ് ഈ രണ്ട് വിഭവങ്ങൾക്കും. സാവിത്രിയടുത്തിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിടിച്ചുണ്ണാനും കഞ്ഞിക്കും ദോശയ്ക്കൊക്കെ ഇതിലും നല്ലൊരു കോമ്പിനേഷൻ ഇല്ല. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചേന ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ്. പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്കും ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ചേന ഔഷധമാണ്. ചേനയുടെ ഔഷധ ഗുണങ്ങളൊന്നും ചോരാതെയാണ് ഇന്ന് നമ്മളിവിടെ ഈ രണ്ട് വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. വെറും 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ രണ്ട് കറിക്കൂട്ടുകളും തയ്യാറാക്കാം. ഒരു കാലത്തെ ഈ രുചിക്കൂട്ടുകളിലേക്കാണ് ഇന്ന് വർമാസ് രുചി വേൾഡ് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യമായിട്ട് മുറിക്കുന്ന നീരൊട്ടും പറ്റാത്ത ചേന ഉപയോഗിച്ചിട്ടാണ് ചേന ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഒരു 2 കഷ്ണം ചെറിയ ചേനയാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. നമുക്കിനി ഈ ചേന തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം. സാവിത്രിയടുത്തേക്ക് ഇപ്പം ഈ ചേന നുറുക്കുമ്പോൾ കൈ ചൊറിയണില്ലേ? ചൊറിയും. അതിൻ്റെ മറുമരുന്ന് പുളിയാണ് ചേനയ്ക്ക്. സാവിത്രിയടുത്ത് അപ്പം ഈ ചേന നുറുക്കുമ്പോൾ കൈ ചൊറിയാണ്ടിരിക്കാനുള്ള പൊടിക്കൈകളൊക്കെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് വിശദമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള പ്രേക്ഷകർക്കൊക്കെ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതൊന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. അതായത് ചേന ചൊറിയും. അപ്പോൾ ഞാനും ചെറുപ്പത്തിലൊന്നും ഞാൻ ചേന തൊടില്ല അങ്ങനെയായിരുന്നു. പിന്നെ ചില സൂത്രവിദ്യകളുണ്ട്, പണ്ടുള്ളവർ പറയും. അതായത് ചേന ഒരു കഷ്ണം നുറുക്കി കഴിഞ്ഞ് ഒരു ചേന കഷ്ണം അടുപ്പിലിടുക, അത് വേവണ നേരെ ചൊറിച്ചിലുണ്ടാവുള്ളൂ, അങ്ങനെ പറയും. അപ്പോൾ നുറുക്കി കഴിഞ്ഞ് ആദ്യം നുറുക്കണതിന് മുമ്പ് ഒരു കഷ്ണം എടുത്ത് അടുപ്പിലിടും, അത് വേവണ നേരം ഉണ്ട് ആ ചൊറിച്ചിൽ. പിന്നെ പുളിയാണ്, ഈ പുളിയാണ് ഇതിൻ്റെ മറുമരുന്ന്. ചൊറിച്ച് മാറാള ഇല്ല, ആ പുളിയുടെ ആ നാരക്കില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൈ കഴുകാം, എന്നിട്ട് സോപ്പിട്ട് ഇത് കഴുകാം, ചൊറിച്ചിൽ മാറും. പിന്നെന്താ വെച്ചാൽ ഇതിനും അതെ, ഇത് ചൊറിയുന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതിന് പുളിയാണ് ചേർക്കുക. അപ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല. പച്ചക്ക് അരയ്ക്കും. അതെ, ഈ പൈൽസിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ചേന വേവിച്ച് നല്ലതാന്ന് പറയും. വയറിനും എന്തൊക്കെയോ കുറേ ഔഷധ ഗുണമൊക്കെ ഉണ്ട്. അതെ 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 അതെ. അപ്പം അതിൻ്റെ എല്ലാ ഒരു ഔഷധ ഗുണം ഒന്നും പോവില്ല. തൊലി കളഞ്ഞ് കഴുകിയെടുത്ത ചേന അരയ്ക്കാൻ പാകത്തിന് നമുക്ക് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചേന ചമ്മന്തി അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി അരയ്ക്കണ വരെയുള്ള പ്രോസസ്സ് ചേന ചമ്മന്തിക്കായാലും രാമയ്യൻ കറിക്കായാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ 150 ഗ്രാം ചേന അല്ലേ? ചേന, പിന്നെ ഇതേ ഇത്രയും ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. അതെ, അതൊന്നിങ്ങനെ മിക്സിയിൽ അരയാൻ വേണ്ടി ഒന്നിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര കറിവേപ്പിലയാവാം ഇഷ്ടത്തിന്, അതിൻ്റെ സ്വാദ് ഉണ്ടാവാൻ വേണ്ടി ഇത്രയാവാം. പിന്നെ ഒരു ചെറുനാരങ്ങയോളെന്ന് പറയാം, ഏതാണ്ട് ചെറുനാരങ്ങയുടെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം. പിന്നെ അരമുറി നാളികേരം ചിരകിയത്. പിന്നെ ഒരു 15 വറ്റൽമുളക്, പിന്നെ 5 പച്ചമുളക്. വേണം വേണം വേണം, പച്ചമുളകും വേണം. പിന്നെ വലിയൊരു സ്പൂണ് ഉപ്പ്. കല്ലുപ്പാണ്. ഇനി വേണമെങ്കിൽ ഉപ്പൊക്കെ പിന്നെയും ചേർക്കാമല്ലോ. വീണ്ടും ഈ ചേന വെച്ചിട്ട് 2 കറികളാണ് ഒരേ സമയം എടുക്കുന്നത്. ഒരു ചമ്മന്തിയും രാമയ്യൻ കറിയും. രാമയ്യൻ കറി എനിക്ക് തോന്നുന്നു മിക്കവർക്കും കേട്ടിട്ടുണ്ടാവും.
ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് രാമയ്യൻ കറി അല്ലേ? ഒരു തൊടുകറി പോലെ ഒഴിച്ചുകറി പോലെ ഒഴിച്ചുകറി പോലെ ഉപയോഗിക്കുന്നതാണ് അതോ സൈഡ് കറിയാണ്. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് അടുപ്പ് കാണിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് രാമയ്യൻ കറി. രണ്ടിന്റെയും ചേരുവകളൊക്കെ ഒന്നാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് അവസാനം കാണാം. ബാക്കിയെല്ലാം സെയിം ആണ് ഇതിന് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ചേന, ഇഞ്ചി, കറിവേപ്പില, ചുവന്ന മുളക്, പച്ചമുളക്, ഉപ്പ്, ചെറുനാരങ്ങയോളം വലുപ്പത്തിലുള്ള പുളി. അത് പഴയ പുളിയാണെങ്കിൽ കൂടെ നല്ലതാണ്. അതെ, നല്ലതാണ്. ഈ ചേന അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ചേന ചൊറിയോ എന്നുള്ളത്. അപ്പോൾ ചേനയ്ക്കുള്ള ആ ചൊറിയാനുള്ള തന്നെ മറുമരുന്നാണ് പുളി. അപ്പോൾ നമ്മൾ പുളി ചേർത്തിട്ട് പച്ചച്ചേന അരയ്ക്കുമ്പോൾ നമുക്ക് ആരും സംശയിക്കേണ്ട, ഒട്ടും ചൊറിയില്ല, കഴിക്കാൻ പറ്റും. പിന്നെ നാളികേരും ഇതൊക്കെ ചേരുമ്പോൾ അതിൻ്റെ സ്വാദും വരും. പുളിയാണ് ഇതിൻ്റെ ചൊറിച്ചിലിന് മാറാനുള്ള. എപ്പോഴും പുതിയ ചേന തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇനി ചേനയ്ക്ക് എന്തെങ്കിലും ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ തന്നെ ഈ പുളി ചേരുമ്പോൾ ആ ചൊറിച്ചിൽ മാറും. അതൊക്കെ അരച്ചു നോക്കാം അല്ലേ? അരച്ചു നോക്കാം. ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേന ഒഴിച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചൊതുക്കിയെടുക്കാം. അതായത് നാളികേരവും പുളിയും വറ്റൽമുളകും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചതച്ചൊതുക്കിയെടുക്കാം. ചേനയ്ക്ക് അരവ് കുറവായതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചേന ചേർക്കാത്തത്. അപ്പോൾ ഈ ചേരുവകളൊക്കെ ഒന്ന് ചതച്ചൊതുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരിഞ്ഞു വെച്ചങ്ങനെ ചേന കൂടി ചേർത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. ഈ ചമ്മന്തിക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചേന ചേർത്ത് അരയ്ക്കുമ്പോൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള നനവ് തന്നെത്താൻ ഉണ്ടായിക്കോളും. ഇതപ്പോൾ നമ്മുടെ ചേന ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു നാഴിയരി ചോറുണ്ണാനായിട്ട് ഈ ചമ്മന്തി മാത്രം മതി. ഇപ്പോൾ സാവിത്രിയുടെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പിടിച്ചുണ്ണാനായിട്ട് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ചേന കൊണ്ടാണ് നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയേക്കണേന്ന് പറഞ്ഞാൽ കഴിക്കണവർ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് രുചിയാണ് ഈ ചമ്മന്തിക്ക്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ടീച്ചറുടെ അളവുകളൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അളവുകൾ പെർഫെക്റ്റ് ആയാലാണ് ചമ്മന്തിക്ക് സ്വാദ് കൂടുക. എരിവും ഉപ്പും പുളിയും എല്ലാം പെർഫെക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു 150 ഗ്രാം ചേന കൊണ്ടൊക്കെയാണ് ചമ്മന്തി അരക്കണേന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ഉപ്പും മുളകും പുളിയും എല്ലാം എടുത്തോളൂ. ചമ്മന്തി എന്ന് പറയണത് തന്നെ എന്നും മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഒരു നല്ല ചൊടിയുള്ള ചമ്മന്തി ഉണ്ടെങ്കിൽ കഞ്ഞിക്കും ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ഒന്നും വേറെ കറികളുടെ ആവശ്യമില്ല. പുളി ചേർത്ത് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേന ചൊറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ശങ്കയൊന്നും വേണ്ട. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ചമ്മന്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഈ ഒരു സ്റ്റേജ് വരെ രാമയ്യൻ കറിയുടെയും അതുപോലെ തന്നെ ചേനച്ചമ്മന്തിയുടെയും റെസിപ്പികൾ സെയിമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ രാമയ്യൻ കറിക്കാവുമ്പോൾ ഒന്നും കൂടി അരയ്ക്കണം അല്ലേ? ഇത് നമ്മൾ ചമ്മന്തിയുടെ പരുവത്തിലാണ് തേങ്ങയ്ക്ക് അരച്ചത്. വെണ്ണ പോലെ അരഞ്ഞിട്ടില്ല. രാമയ്യൻ കറിക്കാണെങ്കിൽ നാളികേരം ഒന്നും കൂടി അരയണം. നമുക്കത് കണ്ടു നോക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിക്ക് കിടക്കാം, രാമയ്യൻ കറി. അപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സ് ചേന ചമ്മന്തിക്കായാലും രാമയ്യൻ കറിക്കായാലും ഒന്ന് തന്നെയാണ്. ഇനിയാണ് ഇത് തമ്മിൽ വ്യത്യാസമുള്ളത്. അടുപ്പ് തൊടിയിക്കാതെ, അതായത് കുക്ക് ചെയ്യാതെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് രാമയ്യൻ കറി. അതുകൊണ്ട് തന്നെ സാവിത്രിയുടെ ഒരു അഭിപ്രായത്തിൽ പച്ചച്ചേന പുളി ചേർത്ത് അരയ്ക്കുന്നതാണ് ചൊറിച്ചിലില്ലാണ്ടിരിക്കാനായിട്ട് കൂടുതൽ നല്ലത്. ചേന ചമ്മന്തി അരച്ച് വെച്ചതെന്ന് പകുതിയിൽ കുറവ് മതി. അത്രയും എടുത്തിട്ട് മിക്സിയിലിടാണ്. കുറച്ച് പുളി ഇല്ലാത്ത തൈര്, അതെ പുളി ചേർത്ത കാരണം പുളി ഇല്ലാത്ത തൈര്, വെള്ളമല്ല കേട്ടോ ചേർക്കണേ, തൈര് ചേർത്തിട്ടാണ് അരക്കണത്. അപ്പോൾ പുളിയുള്ള തൈര് വേണമെന്നില്ല. നമ്മൾ ഓൾറെഡി ഇതിൽ പുളി ചേർത്തേക്കണ കാരണം പുളിയില്ലാത്ത തൈര് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അല്ലേ? നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കാം. നമ്മൾ ഇതിപ്പോൾ എത്ര തൈര് ഒഴിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 5-6 കയ്യിൽ, 2-3 കയ്യിൽ ഒഴിച്ചിട്ട് സ്പൂൺ ഒഴിച്ചിട്ട് അരച്ചു. ഒരു 3 കയ്യിലോ. നമ്മൾ ഈ ഒരു സ്പൂണിൽ 3 സ്പൂണ് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചത്. അതിനുശേഷം ഒരു 6 സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ടാവും.
ഇനി ഇത് ഇളക്കാം. ഒരു തൊടുകറിയുടെ ഒക്കെ ഒരു പരിഭവം. അതെ അതെ അതെ. സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അത് രാമയ്യൻ കറി. അപ്പോൾ ഇത് രാമയ്യൻ കറിയായി. ഒരു തൊടുകറിയായി, ചമ്മന്തിയായി. അതെ, ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. ധാരാളം ഒഴിച്ച് കഴിക്കല്ല, ഇത് പിടിച്ചുണ്ടാന്ന് പറയില്ലേ, പിടിച്ചുണ്ട, നല്ല ടേസ്റ്റാണത്. അതന്നെ. ഇത് ചമ്മന്തി ധാരാളം മതി. നല്ല ചൊടിയില്ല. അപ്പോൾ ഇത് പുളി ചേർക്കണ കാരണം, ചുമന്ന മുളകും ചേർക്കണ കാരണം ഇങ്ങനെ ഈ ഒരു കളർ. അതെ, നല്ലത്. പുളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേനയ്ക്ക് ചൊറിച്ചിലുണ്ടാവുമെന്ന് ശങ്കിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ പുളി ചേർത്ത കാരണം രാമയ്യൻ കറിക്ക് പുളി ഇല്ലാത്ത തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ കട്ടത്തൈര്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് അരയ്ക്കുക, എണ്ണ പോലെ അരയ്ക്കുക. അതിന് ശേഷം തൈര് ഒഴിച്ച് അത് കറിയുടെ രൂപത്തിലാക്കുക, അഴച്ച് കൊണ്ടുവരിക. അപ്പോൾ ചമ്മന്തിയുമായി ഒരു കറിയുമായി. പഴയ കാലത്തെ ഈ രണ്ട് വിഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി തന്ന സാവിത്രി ടീച്ചറോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.